ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റും കൂടി കണ്ടാലോ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചധികം പ്രൊഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്തത് വരുന്നത് ഫേസസ് കാനഡേൻ്റെ ഒരു ഐലൈനർ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത്രയും ടൈനിയസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. ഓ വാവ്, നമുക്ക് എന്തൊരു ലോങ് ആണെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും ഐലൈനർ വാങ്ങാൻ നേരത്തെ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ബ്രിസ്റ്റിൽസ് എടുക്കാറുണ്ട്. ഐ മീൻ ദ ബ്രഷ് ഞാൻ ഏറ്റവും ലോങ്ങസ്റ്റ് ആണ് എടുക്കാറ്. അപ്പോൾ എനിക്ക് ഈസിയാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ അപ്ലൈ ചെയ്തിട്ടുള്ള പെർഫോമൻസ് നമുക്ക് നോക്കാം. പെർഫോമൻസ് വൈസ് കുറച്ച് പുറകോട്ടാണ്, കാരണം 3-4 പ്രാവശ്യം ഒന്ന് ഇതേപോലെ ലൈൻ ചെയ്യുമ്പോഴാണ് കുറച്ച് കളർ വരുന്നത്. എന്നാൽ കൂടി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രഷ് കുറച്ച് സ്റ്റിഫാണ് കേട്ടോ, അത്ര ഫ്ലെക്സിബിൾ അല്ല. സോ പ്രൊഡക്റ്റ് വൈസ് ഒരു ഓക്കെ പ്രൊഡക്റ്റാണ്, അത്ര അടിപൊളി എന്ന് പറയാനില്ല.